ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ശ്രുതിയുടെ പണ്ടത്തെ ഫോട്ടോ ഒക്കെ കാണുവാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കേട്ടിട്ട് രേവതി ആ വഴിക്ക് വരുവാണ് കേട്ടോ. ഇവരുടെ സംസാരമൊക്കെ കണ്ട് രേവതിക്ക് ചെറിയ വിഷമമൊക്കെ ആയി. സച്ചി പെരുമാറുന്ന കാര്യമൊക്കെ ഓർത്ത് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ചന്ദ്രമതി അങ്ങ് വരുവാണ്. ചന്ദ്രമതി നീ എന്താ ഇവിടെ നോക്കി നിൽക്കുന്നത്, പൂ അടുക്കളയിൽ പോയി വല്ല പണിയും ചെയ്യുമെന്ന് പറഞ്ഞു വിടുവാണ് കേട്ടോ രേവതിനെ. അത് കഴിയുമ്പോൾ ശ്രുതിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, മോളെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വാതിലടച്ചിട്ട് സംസാരിക്കണം. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള ചിരിയും തമാശയൊക്കെ നല്ലതാണ്, പക്ഷേ അത് കണ്ണ് വെക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് എന്ന് പറയണം കേട്ടോ. എന്നിട്ട് പറയുന്നത് വേറെ ആരെ പറ്റിയല്ല ഞാൻ പറയുന്നത്, ഞാൻ ആ രേവതിയെ പറ്റിയാണ് പറഞ്ഞാൽ അവളുടെ ഹസ്ബൻഡ് ഇങ്ങനെയൊന്നും ചെയ്യാറില്ലോ, അപ്പോൾ അറിയാണ്ടാണെങ്കിലും നിങ്ങൾക്ക് കണ്ണ് തട്ടു അതുകൊണ്ടാന്ന് പറയുമ്പം ശ്രുതി പറയുന്നുണ്ട് അതിന് അവളുടെ ഹസ്ബൻഡ് അവളെ സപ്പോർട്ട് ചെയ്യാറുണ്ടല്ലോ അമ്മയെന്ന് ആൻറ്റി എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ശരിയാ, പക്ഷേ ഇന്നലെ കുടിച്ചിട്ട് വന്ന് കാണിച്ച പേക്കൂത്തൊക്കെ മോള് കണ്ടതല്ലേ എന്ന് പറയണം കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശ്രുതി വർക്കിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. അപ്പോൾ പറയുന്നുണ്ട് ആ ഫോട്ടോ ഒക്കെ അയക്കും, നമുക്കൊരു ആൽബം ആക്കാം എന്ന് പറഞ്ഞ് അമ്മയോട് യാത്ര പറഞ്ഞിട്ട് ശ്രുതി പോവുകയാണ് കേട്ടോ. അപ്പം ചന്ദ്ര ചോദിക്കുന്നുണ്ട് ഏത് ഫോട്ടോയുടെ കാര്യം മോളെ, കല്യാണ ഫോട്ടോ ആണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എൻ്റെ ചെറുപ്പത്തിലെ ഫോട്ടോ എന്ന് പറഞ്ഞ് ചെറുപ്പത്തിലെ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് നാട് പോലെ ഉണ്ടല്ലോ, മോള് മലേഷ്യയിലായിരുന്നു എന്നല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ശ്രുതി കള്ളം പറയുവാണ് കേട്ടോ. ആ മലേഷ്യയിലായിരുന്നു, അവിടെ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളൊരു ഗ്രാമത്തിലായിരുന്നു, അത് കേരളം പോലെ തന്നെ ഇരുന്നേ, അതുകൊണ്ടാണെന്ന് പറയുകയാണ് കേട്ടോ. മോളുടെ അച്ഛൻ്റെ ഫോട്ടോ ഒന്നും കാണുന്നില്ലോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ശ്രുതി ദേഷ്യപ്പെടുവാണ് കേട്ടോ. അപ്പം ചന്ദ്ര പറയുന്നുണ്ട് അല്ല മോളൊക്കെ എന്ത് ദേഷ്യമാണ്, അതൊക്കെ മാറിക്കോളും, എല്ലാം ശരിയായിക്കോളും, മോളുടെ അച്ഛനും കൂടെ വന്നിട്ട് വേണം നമുക്ക് എല്ലാം ഒന്ന് സെറ്റാക്കാമെന്ന് പറയുവാണ്. പിന്നെ മോളുടെ ഡാൻസിൻ്റെ ഫോട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഞാനും പണ്ട് ഡാൻസൊക്കെ പഠിച്ചതായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് ആൻറ്റി ഡാൻസ് പഠിച്ചതായിരുന്നു, ഞാനും കുറേ നാളായി പ്രാക്ടീസ് ചെയ്തിട്ട്, നമുക്ക് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാം ആ ആൻറ്റി എന്നൊക്കെ പറയും കേട്ടോ. ഇതൊക്കെ ചന്ദ്ര പറയുന്നുണ്ട് ഈ വയസ്സാം കാലത്തിന് ഞാൻ ഡാൻസ് ചെയ്തിട്ട് ആര് കാണാനാന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല ആൻറ്റി, ഡാൻസിനൊക്കെ ഏത് കാലത്താണേലും ചെയ്യാം, ഒരു കുഴപ്പമില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് ശ്രുതി അവിടെയുള്ള സാധനങ്ങൾ ഫർണിച്ചറൊക്കെ പിടിച്ച് മാറ്റിയിടുവാണ് ഡാൻസ് കളിക്കാൻ വേണ്ടി. ആ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ആ രേവതി ഉണ്ട് അവളെ വിളിക്കാമെന്ന് പറയും കേട്ടോ. എന്നിട്ട് രേവതിയോടെ എല്ലാം തള്ളി മാറ്റാൻ പറയുവാണ്, പുള്ളിക്കാരി തന്നെ തള്ളി മാറ്റുവാണ് കേട്ടോ. കഴിയുമ്പോഴേക്കും പാട്ട് വെച്ച് ഇവർ രണ്ടുകൂടെ ഡാൻസ് കളിക്കുവാണ്. ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശബ്ദം കേട്ട് രേവതി വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതി ഇങ്ങനെ ഇവർ ഡാൻസ് കണ്ടുകൊണ്ടിരിക്കുവാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് ചന്ദ്രമതി കൈ തെന്നി ഊഞ്ഞാലിൻ്റെ അവിടെ പോയി പിടിച്ച് നിൽക്കും കേട്ടോ. ആ സമയത്ത് പെട്ടെന്ന് ശ്രുതി വന്ന് പിടിച്ചിട്ട് ആൻറ്റി എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പറയും ഒന്നുമില്ല മോളെ, കുറേ നാളായില്ലേ അതിൻ്റെയാന്ന് പറയുകയാണ്. ആ സമയത്ത് നോക്കിയിരിക്കുന്ന രേവതിയെ കണ്ടിട്ട് ചന്ദ്ര പറയും അതെങ്ങനെ വീഴാതിരിക്കും, ഇവിടെ ഓരോന്ന് കണ്ണു വെച്ചുകൊണ്ടിരിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞ് രേവതിയോട് ദേഷ്യപ്പെടുവാണ്. എന്നിട്ട് പറയും ഇപ്പോൾ ഒരു ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ട് വാന്ന് പറയും. അപ്പോൾ രേവതി പറയും ഓറഞ്ചിലമ്മ ചായ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് പോവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ പറയും മോളെ ഇത് മതി, ഞാൻ മടുത്തു എന്നൊക്കെ പറയുവാണ്. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ആൻറ്റി, വാ ബാക്കി പ്രാക്ടീസ് ചെയ്യണമെന്നും പറഞ്ഞ് ബാക്കി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുവാണ് കേട്ടോ. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് രേവതി നീ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര കളിയാക്കുവാണ്, അതൊക്കെ സംസ്കാരമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതല്ലേ, ഇവൾക്ക് എന്താ അറിയാൻ വല്ല ഡപ്പാങ്കൂത്തും അറിയാമായിരിക്കും എന്ന് പറയണം കേട്ടോ. രേവതി ഇല്ല എന്നുള്ള തലയാട്ടിയിട്ട് രേവതി അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ അവർ ബാക്കി പ്രാക്ടീസ് തുടങ്ങുവാണ് കേട്ടോ. അപ്പോൾ രവീന്ദ്രൻ ആ വഴിക്ക് വരും. രവീന്ദ്രൻ ഇത് കണ്ട് അന്തം വിട്ട് നിൽക്കുവാണ് കേട്ടോ. രവീന്ദ്രനെ കണ്ട് പെട്ടെന്ന് ചന്ദ്രയ്ക്ക് നാണം വന്ന് പുള്ളിക്കാരി നിർത്തുവാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പൊടി തൂക്കുന്ന പോലെയൊക്കെ കാണിക്കുവാണ്. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് അച്ഛാ നോക്കിയേ അമ്മ എത്ര ഭംഗിയായിട്ടാണ് കളിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് ഇന്നലെ കയറി വന്ന് നിനക്ക് എൻ്റെ കഴിവുകൾ മനസ്സിലായി, വർഷങ്ങളായിട്ട് കൂടെ താമസിക്കുന്ന ഒരാളുണ്ട്, ആൾക്ക് എനിക്ക് കഴിവെന്താന്ന് പോലും അറിയത്തില്ല, ഒരു ജതി എന്താ ഡാൻസിലെ ജതി എന്താന്ന് പോലും അയാൾക്ക് അറിയത്തില്ല, ജതി എന്താണെന്ന് ചോദിച്ചാൽ ജാതി എന്താന്ന് പറയുന്ന ടീംസാണ്, ആകെ വണ്ടി ഓടിക്കാൻ മാത്രം അറിയാമെന്ന് പറയുകയാണ് കേട്ടോ രവീന്ദ്രനെ കളിയാക്കി. അപ്പോൾ രവീന്ദ്രൻ പറയാണ് ഇവളെ ഇനി അരങ്ങേറ്റം നടത്താത്ത കുഴപ്പവും കൂടെ ഉള്ളൂ, നാട്ടുകാരൊന്നും ഇല്ലാത്തടത്ത് കൊണ്ട് നടത്തണം, അല്ലെങ്കിൽ അവരുടെ കൂക്കുവിളിയും കൂടെ കേൾക്കേണ്ടി വരുമെന്ന് പറയുകയാണ്. എന്നിട്ട് പറയാം ഇവക്ക് എല്ലാത്തിനോടും പുച്ഛമാണ് ജീവിതത്തിൽ, ഇവക്ക് വില ഇല്ലാത്തതിനോടൊക്കെ ഇവൾ പുച്ഛിച്ചുള്ള സംസാരമായിരിക്കും, അത് കലയാണേലും മനുഷ്യരാണേലും എന്താണേലും അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയുകയാണ് കേട്ടോ. ആ സമയത്ത് രേവതി അവർക്ക് ചായ കൊണ്ട് കൊടുത്തിട്ട് അച്ഛനോട് ചോദിക്കുന്നുണ്ട് അച്ഛന് വേണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് അവർ പോവുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന വർഷേനെയാണ്. വർഷം അത്യാവശ്യമായിട്ട് സ്റ്റുഡിയോയിൽ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ വർഷയുടെ സ്കൂട്ടർ ബ്രേക്ക് ഡൗൺ ആകും കേട്ടോ. അത് റിപ്പയർ ആയിട്ട് കുറച്ച് കിട്ടാൻ സമയം എടുക്കുമെന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്തിനെ വിളിക്കുക. അപ്പോൾ ശ്രീകാന്ത് പറയും ഫുഡിനാണോ, ഞാൻ റെസ്റ്റോറൻറ്റിലോട്ട് പോകുന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ പറയും അല്ല എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യുമോ വരുമോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പെട്ടെന്ന് ചെല്ലുവാണ് കേട്ടോ. അപ്പോൾ ശ്രീകാന്തിനോട് ചോദിക്കുന്നത് ഏത് പെണ്ണ് വിളിച്ചാലും നീ ഇത്ര സ്പീഡിൽ ചെല്ലുമോ എന്ന് ചോദിക്കുമ്പോൾ അത് അങ്ങനെയില്ല, നിനക്ക് ബോയ് ഫ്രണ്ട്സ് ഒന്നും വന്നില്ലേ കൊണ്ടുപോകാൻ ചോദിക്കുമ്പോൾ തിരിച്ച് വർഷം പറയുകയാണ് എനിക്കങ്ങനെ ബോയ് ഫ്രണ്ട്സ് ഒന്നുമില്ല, ഞാൻ ആകെ വിളിക്കുന്ന ഒരേ ഒരു ഫ്രണ്ട് നീയാന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും പരസ്പരം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.